പത്തനംതിട്ടയിൽ കായിക താരത്തിനെ പീഡിപ്പിച്ച കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിൽ. പമ്പയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതിൽ ഒരു എഫ്ഐആർ കൂടി പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഇതിനോടകം എത്ര പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്? എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ? ലക്ഷ്മി, ഏറ്റവും ഒടുവിലായി 20 പേരാണ് ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇന്നലെ രാത്രിയേറെ വൈകിയാണ് ഈ 3 പേരെ പമ്പയിൽ നിന്നും പിടികൂടിയത്. ഇവർ ശബരിമലയിലെ താൽക്കാലിക ജോലിക്കായി എത്തിയ ചെറുപ്പക്കാരായിരുന്നു. ഇവരെ പമ്പയിലെത്തി പോലീസ് പിടികൂടുകയായിരുന്നു. എന്തായാലും പുതിയൊരു എഫ്ഐആർ കൂടി പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ കേസിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 8 ആയിട്ടുണ്ട്. ഇന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഈ നിലവിൽ പ്രതികളാകാൻ സാധ്യതയുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും ഒളിവിൽ പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് വളരെ വേഗത്തിൽ ഈ പ്രതികളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമകരമായ ദൗത്യത്തിലാണ് പോലീസ് ഉള്ളത്. ഇന്ന് നിലവിൽ ഈ 3 ചെറുപ്പക്കാരുടെയും അറസ്റ്റ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഉടൻ തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളിലേക്കും പോലീസ് കടക്കും. എന്തായാലും ഇതുവരെ 20 പേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകും. അതുപോലെ തന്നെ ഇന്നലെ അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഏകദേശം 40-ന് മുകളിൽ ആളുകളെയും പെൺകുട്ടി നൽകിയ മൊഴി അനുസരിച്ച് ഈ 40 പേരിലധികവും പോലീസിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ പ്രതികളിലേക്ക് ഇന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. അങ്ങനെ കൂടുതൽ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ തന്നെയാണ് പോലീസിന്റെ ശ്രമം. ലക്ഷ്മി, കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങും. അത്യന്തം ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യമാണ് അവിടെ നടന്നിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, പ്രായപൂർത്തിയാകാത്ത ആളെ പീഡിപ്പിച്ചതടക്കമുള്ള കേസുകൾ ഉണ്ട്. ഏതായാലും 20 പേരാണ് ഇതിനോടകം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു.